പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പലപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ചില ഇംഗ്ലീഷ് സെൻറ്റൻസുകളാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. അതിൻ്റെ മലയാളം പരിഭാഷയും ഉണ്ട്. അർത്ഥം മനസ്സിലാക്കി പഠിക്കാൻ ഇത് സഹായകരമാകും. ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. 1. I have something to tell her. എനിക്ക് ചില കാര്യങ്ങൾ അവളെ അറിയിക്കാനുണ്ട്. 2. I don't wish to say anything. ഞാൻ ഒന്നും പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല. 3. Still I had to say many things. എന്നിട്ടും പല കാര്യങ്ങൾ പറയേണ്ടി വന്നു. 4. If not now, then when will I be able to do it? ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോൾ ചെയ്യാൻ പറ്റും? 5. Anyway, things shouldn't get out of hand. എന്തായാലും കാര്യങ്ങൾ കൈവിട്ടു പോകരുത്. 6. Call her too. The 3 of us can go to the movie together. അവളെ കൂടി വിളിക്കൂ, 3 പേർക്കും കൂടി ഒരു സിനിമയ്ക്ക് പോവാം. 7. It is beyond imagining a situation without a job. ഒരു ജോലിയില്ലാത്ത അവസ്ഥ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. 8. Long term vision is essential for success in life. ദീർഘവീക്ഷണം ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. 9. Anyway, let me talk first and then we can discuss. എന്തായാലും ഞാൻ ആദ്യം ഒന്ന് സംസാരിക്കട്ടെ, അതിനുശേഷം നമുക്ക് ചർച്ച ചെയ്യാം. 10. He has informed that he will arrive before Onam. അവൻ ഓണത്തിന് മുമ്പ് വരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സ്പോക്കൺ ഇംഗ്ലീഷിന് നിങ്ങൾക്ക് ഉപകരിക്കുന്ന സെൻറ്റൻസുകളാണ് ഇവയെല്ലാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.